أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, കടവത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറെ സ്വാധീനമുണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് എരഞ്ഞിങ്കീഴ്. സന്തോഷമുള്ള ഒരു കാര്യം, ടൗണിന്റെ ബഹളമില്ലാതെ, വാഹനങ്ങളുടെ എരമ്പിക്കേറലുകളില്ലാതെ, ഗ്രാമീണമായ തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ലാസ് ഇവിടെ നടക്കുന്നത് എന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ശാന്തമായി കേട്ട് ഗ്രഹിച്ച് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വസ്തുതകൾ മനസ്സിലാവുക. യുദ്ധം നടക്കുന്ന ഒരു നാട്ടില് പ്രസംഗം നടക്കൂല, നിങ്ങൾക്കറിയാം. മനസ്സിനോടാണല്ലോ ഇസ്ലാം സംവദിക്കുന്നത്, ബുദ്ധിയോടാണല്ലോ ഇസ്ലാം സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തമായി കേൾക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. വൈകാരികതകളില്ലാതെ, എന്നാൽ വിചാരതലത്തിന് ഒട്ടും കുറവില്ലാതെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട വളരെ ഗൗരവമായ ചില വിഷയങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. സുദീർഘമായി പ്രസംഗിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രഭാഷകനുമായ ഷിഹാബെ അടക്കര കുറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പറയുകയുണ്ടായി. എല്ലാവർക്കും ഇരുന്ന് കേൾക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സില്ലായ്മ നമ്മളെ അകറ്റി വിദൂരത്തിലാക്കി മനസ്സുകൾ ഒരുപാട് അകന്നുപോയി. തൊട്ടയൽപ്പക്കത്ത് തന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രബോധകന്റെ പ്രവർത്തകന്റെ വീടുണ്ടെങ്കിലും അയാളും നമ്മുടെ മനസ്സും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എത്ര മൈലുകൾ വ്യത്യാസമുണ്ടോ അങ്ങനെ വ്യത്യാസപ്പെട്ടു പോകുന്ന ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ പ്രോഗ്രാം വളരെ നേരത്തെ നടക്കേണ്ടതായിരുന്നു. ഇവിടെ ബഹുമാന്യനായ എനിക്ക് സുപരിചിതനായ അബൂബക്കർ സാഹിബ് തന്റെ കൂടെയുള്ള തൊഴിലാളിയുടെ കുത്തേറ്റ് മരിക്കുകയും ആ സന്ദർഭത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ന്യായമായി
സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാന്യദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെപ്പോലെ എന്നാണ് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 714 കോടി മനുഷ്യരെ കൊന്ന കുറ്റകൃത്യമാണ് ആ യുവാവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ അല്ലാഹു വിചാരിച്ചാൽ അല്ലാഹു പൊറുച്ചു കൊടുക്കും. അല്ലാഹു പൊറുച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ശിക്ഷ ഏറ്റുവാങ്ങിയാലും പടച്ച തമ്പുരാൻ പരലോകത്ത് ആ ചെറുപ്പക്കാരനെ പൊറുച്ചു കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 100 പേരെ കൊന്ന ഒരു മനുഷ്യന് അള്ള പൊറുച്ചു കൊടുത്തു എന്നതിന്റെ അർത്ഥം എന്താ? ഈ കൊല്ലപ്പെട്ട ആളുകളും ഇയാളും പരലോകത്ത് വരുമ്പോൾ ഇയാൾ സ്വർഗത്ത് പോകുന്ന കാഴ്ച കൊല്ലപ്പെട്ടവർ കാണുന്നല്ലേ പറഞ്ഞ് അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഞാൻ അത്ഭുതത്തോടുകൂടി പറയുന്ന ഒരു കാര്യം എന്താണ്? ഹംസ റളിയല്ലാഹുവിനെ കൊന്ന അതിന് കാരണക്കാരിയായ ഹിന്ദും വൈശ്യയും മുസ്ലിമായി പരലോകത്തെത്തുമ്പോ അവർ സ്വർഗാവകാശികളാകുമ്പോ പടച്ചോനെ ഹംസ റളിയല്ലാഹു അത്ഭുതപ്പെടൂലേ? ഇന്നെ കുന്തെറിഞ്ഞു കൊന്ന വൈശ്യയുടെ പടച്ചോനെ എന്റെ പേര് സ്വർഗത്തില്. അതല്ലേ ഇസ്ലാം? അതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എരഞ്ഞികയുമായി എനിക്കൊരു ആത്മബന്ധമുണ്ട്. ഞാൻ ഇവിടെ പഠിച്ചിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഈ പള്ളിയിൽ അധികവും ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ നമ്മളൊക്കെ ചില ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ ആളുകൾക്ക് നല്ല സന്തോഷമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കും, അന്ന് പ്രസംഗിച്ചതിന് വ്യത്യസ്തമായി ഒരു പ്രസംഗവും ഞാനിപ്പോഴും ചെയ്യണില്ല. ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം എന്താണെന്നറിയോ? ആരാ നമുക്ക് പ്രതിഫലം തരുന്ന? അള്ളയല്ലേ. അള്ളാന്റെ മുമ്പിൽ ഒരാൾ നന്നായാൽ പിന്നെ ആർക്കെങ്കിലും അയാൾ കേടാന്ന് പറഞ്ഞുകൊണ്ട് അള്ള അയാളെ കേടാക്കി അയാളെ രേഖപ്പെടുത്തുക, അങ്ങനെയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, ഇവിടെ കസേരകൾ ഇനിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ 3 വിഭാഗത്തിനും ഇരിക്കാം. എനിക്ക് ഒരു ശത്രുത ഇന്ന് വരെയൊന്നും. ഞാൻ ഇന്നലെയും കൊച്ചിയിൽ എനിക്ക് എതിരായി നിൽക്കുന്ന, എന്നാൽ ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്ന ആളെ വിളിച്ച് ഒരുപാട് സമയം ഞാൻ ഇടയ്ക്കൊക്കെ കരഞ്ഞു പോവുകയും ചെയ്തു. കാരണം നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല ഓർമ്മകളെ എന്റെ വ്യക്തിബന്ധത്തിൽ എനിക്കുള്ളൂ. ആദർശം പറയുന്നിടത്ത് ബാപ്പാനോടും കണിശമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളോടും പറയും. സ്റ്റേജിൽ ഇരിക്കുന്ന ആളൊരു തെറ്റാണെങ്കിൽ അതും പറയും. അത് നമ്മുടെ ആദർശബോധത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചരിത്രത്തിന്റെയും അതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു കാര്യം നിങ്ങളെല്ലാം ഓർക്കണം, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ 69-ാമത്തെ വചനമാണ്. അതിൽ അല്ലാഹു പറയുന്നത്, അതായത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ സക്കരിയ സുലാഹിയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ ഉണ്ട് അവിടെ. അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഉമ്മ പറയാണ്, എനിക്ക് 67 വയസ്സായി. ഞാന് പിന്നെ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ മുജാഹിദായതും അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മാറ്റുണ്ടായതും. എന്തെല്ലാമാണ് ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്നത് എല്ലാരും. എന്നിട്ട് ആ ഉമ്മ പറയാണ്, സ്വലാഹിയുടെ ഉമ്മ പറയാണ്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ടല്ലോ, നമുക്കത് മതി, നമ്മൾ അതിനൊന്നും പ്രതികരിക്കേണ്ടതില്ലല്ലോ. അതിന്റെയാണ് ഒരു വിശ്വാസിയുടെ മനോഗതം. എല്ലാം അള്ളാഹ് അറിയുന്നുണ്ട് അല്ലേ? അലം യഅലം ബിഅന്നല്ലാഹ യറാ, അലം യഅലം ബിഅന്നല്ലാഹ യറാ. എല്ലാം അള്ളാഹ് കാണുന്നില്ലേ? എല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. എല്ലാം അള്ളാഹ് അറിയുന്നില്ലേ? എല്ലാം അള്ളാഹ് അറിയുന്നുണ്ട്. എന്തെങ്കിലും ഒരു വാക്ക് അള്ളാഹിന്റെ അടുത്ത് വിട്ടുപോകുന്നുണ്ടോ? ഇല്ല. കിറാമൻ കാസിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ അത് രേഖപ്പെടുത്തുന്നില്ലേ? 82-ാം അധ്യായത്തിൽ അള്ളാഹ് അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ. ഖുർആനിലെ 96-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ. ആ ഒരു ആശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ ഏറ്റവും മുത്തുപോലത്തെ മനുഷ്യൻ, എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഒരു തെറ്റ് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും നബി ഒരു ഭാരമായിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഇല്ല. എന്നിട്ട് നബിയെ മജ്നൂൻ എന്ന് വിളിച്ചില്ലേ? ഇന്നക ലമജ്നൂൻ, തീർച്ചയായും താങ്കൾ മജ്നൂനാണ്, ഭ്രാന്തനാണ്. ഭ്രാന്ത് തീരെയില്ലാത്തൊരു മനുഷ്യനെ അല്ലേ? ഏറ്റവും നല്ല മനുഷ്യനെ. അപ്പൊ അള്ളാഹ് പറയാണെന്ത്?
നബിയേ വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നബിയെ നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, എന്റെ മുമ്പിൽ നിങ്ങൾ നല്ല മനുഷ്യനാ. ആ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ട? ഉള്ളും പുറവും അറിയുന്ന, ഒരാളുടെ ശരിതെറ്റുകൾ അറിയുന്ന, ഒരാളുടെ ഹൃദയത്തിലെ ഈമാൻ അറിയുന്ന പടച്ചോൻ പറയാണ്, നബിയെ അങ്ങ് ഏറ്റവും നല്ല മനുഷ്യനാണ്, അങ്ങക്കൊരു ഭ്രാന്തില്ല നബിയെ. നാട്ടുകാർ എന്തും പറഞ്ഞോട്ടെ, ജനങ്ങൾ എന്തും പറഞ്ഞോട്ടെ, കൂടപ്പുറപ്പുകൾ എന്തും പറഞ്ഞോട്ടെ എന്ന് അല്ലാഹു പറയും. 68-ാം അധ്യായം സൂറത്ത് കലം 3-4 വചനങ്ങൾ എനിക്ക് നിങ്ങളെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള അതാണ്. നമ്മളെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, ജനങ്ങൾ എന്ത് പറയുന്നു, കൂടപ്പുറപ്പുകൾ എന്ത് വിളിക്കുന്നു, നമ്മളതാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഖബർ സിയാറത്തില്ലാത്തവരാണ് എന്ന് നമ്മളെപ്പറ്റി സമസ്തക്കാർ പറഞ്ഞില്ലേ? സത്യതായിരുന്നോ? ഔലിയാക്കളില്ലാത്തവരാണിവർ എന്ന് നമ്മളെപ്പറ്റി പറഞ്ഞില്ലേ? സത്യതായിരുന്നോ? അമ്പിയാക്കളെ നിന്ദിക്കുന്നവരാണിവർ നമ്മളെപ്പറ്റി പറഞ്ഞില്ലേ? സത്യതായിരുന്നോ? അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് നിഷേധിച്ചവരാണ് നമ്മൾ എന്നുവരെ പറഞ്ഞില്ലേ? എന്തിനധികം എന്റെ നാട്ടിലെ പൂനൂരിനടുത്ത് കോളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മുജാഹിദ് പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. ആ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ടിപ്പുറത്ത് വെള്ളിയാഴ്ച പേരോട് വന്നിട്ട് അവിടെ പ്രസംഗിക്കുകയാണ്. മുജാഹിദുകൾക്ക് അള്ളയില്ല, മുജാഹിദുകൾക്ക് റസൂലില്ല. എന്തിനധികം ജനങ്ങളെ, മുജാഹിദുകളുടെ ഖുർആൻ നമ്മുടെ കയ്യിലുള്ള ഖുർആനല്ല എന്നുവരെ അയാൾ പ്രസംഗിച്ചു. ഭാഗ്യമായി ഞാൻ ഓർക്കുന്നത്, പിന്നെ ആ പള്ളിയിലെ ഖതീബ് ഈ ഉള്ളവനായിരുന്നു കുറച്ചു കാലം. ആ നാട്ടുകാർ മുഴുവനും പറഞ്ഞു, മുജാഹിദുകൾക്കേ അല്ലള്ളൂ, മുജാഹിദുകൾക്കേ യഥാർത്ഥത്തിൽ റസൂലുള്ളൂ, മുജാഹിദുകളുടെ കയ്യിലെ ഖുർആനാണ് യഥാർത്ഥ ഖുർആൻ, പേരോട് നുണ പറഞ്ഞതാണ് എന്ന് സുന്നികൾ പറഞ്ഞു. അങ്ങനെ ഒരു കാലം ഏത് കാലത്തും ഉണ്ടാവും. ആരോപണങ്ങൾ ഒരുപാടുണ്ടാവും, നമ്മളെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവും. ആ ആരോപണങ്ങൾ ഏൽക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു അപരിചിതരായി പോകുന്നുണ്ടല്ലോ ഇവിടെ. ഭാഗ്യമാണത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, റസൂൽ ഒരു വിഭാഗത്തിന് മംഗളം നേർന്നുവല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ന്യൂനപക്ഷത്തിന് മംഗളം നേർന്നില്ലേ? ആരാണ് ആ ന്യൂനപക്ഷം? ആ ന്യൂനപക്ഷത്തിലെ മെമ്പറാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ? അതാണ് പഠനം. നമുക്ക് ആർക്കും, നമ്മൾ ഒരുപാട് ആളുകൾ, ഇഷ്ടംപോലെ സംഘടനകൾ, ഒരു സംഘടനയിൽ തന്നെ പല ആളുകൾ, അവരെല്ലാം ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കൂ. ആരും ഇല്ലാത്തൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരില്ലേ നമ്മളൊക്കെ? അതെ, തീർച്ചയായും. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശീരിയ ബഅദ മൗതി മദ്ദാറു. എല്ലാവരും, എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നു പോകും. തീർച്ച, നിശ്ചയം. മരണമാകുന്ന വാതിലുകൾ കടന്നു പോകുമ്പോ തീർച്ചയായും പടച്ചോന്റെ മുമ്പിലെ രക്ഷയും പടച്ചോന്റെ മുമ്പിലെ ശിക്ഷയുമാണ് ശിക്ഷ. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സി ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരാളുടെ പാപഭാരവും ഒരാൾക്കും ഒരാളും സഹായിയാകാത്ത, ആരും ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു ലോകം ഇതാ വരാൻ പോകുന്നു. 82-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോ അദ്ദേഹത്തെ സാഹിർ എന്ന് വിളിച്ചു, കാഹിൻ എന്ന് വിളിച്ചു, മരണക്കാരൻ എന്ന് വിളിച്ചു, അതുപോലെ തന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാൻ. ഖുർആനിലെ 29-ാം അധ്യായം 69-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. ആരാണോ നമ്മുടെ മാർഗത്തിൽ സത്യം ഏതാണ് അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന. വല്ലാത്തൊരു വാക്കല്ലേ അത്? സത്യം അന്വേഷിക്കുന്നവരാരാണോ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാരാണോ, അവർക്ക് നാം ഉന്നതമായ സ്ഥാനം നൽകും. അവരെ ഏറ്റവും ഉന്നതമായതിലേക്ക് നാം എത്തിക്കും. അവരെ സത്യത്തിന്റെ സൽപ്പാന്താവിൽ നാം ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് നമ്മളെല്ലാം അല്ലാഹു ഹിദായത്ത് നൽകിയാലല്ലാതെ ഹിദായത്തില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില ആളുകൾ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കും, മരണത്തിന്റെ തൊട്ടു മുമ്പായി അയാളെ കാഫിറായി മരിച്ചു പോകും, നരകാവകാശിയായി പോകും. വേറെ ചില ആളുകൾ കുഫ്ർ ചെയ്യും, അന്ധവിശ്വാസികളായിരിക്കും, ഹറാമുകളിൽ അവർ മുഴുകും. പക്ഷേ അവരതാ പെട്ടെന്ന് മറികടന്ന് സ്വർഗാവകാശികളാകുന്നു. പ്രഭാതത്തിൽ മുഅ്മിനായ ഒരാള് പ്രദോഷത്തിൽ കാഫിറാകും, പ്രദോഷത്തിൽ കാഫിറായ ഒരാള് പ്രഭാതത്തിൽ മുഅ്മിനാകും. ഇതൊക്കെ പ്രവാചക തിരുമേനിയുടെ വചനങ്ങളാണ്. ഓരോ വ്യക്തികളും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ട വസ്തുതകളാണ്. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. വിശുദ്ധ ഖുർആനിലെ വല്ലാത്തൊരായത്താണ്. ഖുർആനിലെ 6-ാം അധ്യായം 94-ാമത്തെ വചനം. ഒന്ന് എല്ലാവരും ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, വിവസ്ത്രരായി, നഗ്നരായി അള്ളാന്റെ കോടതിയിൽ
നിങ്ങൾ ചെന്നു നിൽക്കും. പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിങ്ങൾ ചെന്നു നിൽക്കും. എങ്ങനെയായിക്കൊണ്ട്? വിവസ്ത്രരായി, വസ്ത്രമില്ലാതെ, ചെരുപ്പ് ധരിക്കാതെ, അതുപോലെ തന്നെ നിങ്ങൾ ചേലാകർമ്മം ചെയ്യാതെ ആ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെല്ലുന്ന ഒരു ദിവസം ഓരോരുത്തരും, ഓരോ വ്യക്തിയും അവരുടെ കർമ്മങ്ങൾ, അവരുടെ ഏടുകൾ, ഒരു കുടുംബത്തിന്റെ കിതാബ് എല്ലാവരുടെ കയ്യിലും, ആ കുടുംബനാഥന്റെ കയ്യിൽ ഒരു കിതാബല്ല, ഓരോ വ്യക്തിയുടെ കയ്യിലും അവന്റെ കർമ്മരേഖകളുടെ കിതാബ് ലഭിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിനു വേണ്ടി ആത്മാർത്ഥമായി നാം ജീവിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നാം സംസാരിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നാം ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? ആത്മാർത്ഥമായി നാം അധ്വാനിച്ചിട്ടുണ്ടോ എന്നത് ഗൗരവകരമായ പഠനമായിരിക്കണം. ശാന്തമായി വെടട്ടിരിക്കുന്ന കസേരകളിൽ ദൂരെ നിൽക്കുന്നവർക്ക് പോലും വന്നിരുന്ന് ശാന്തമായി കേൾക്കുക. ശരിയാണോ? അംഗീകരിക്കാം. തെറ്റാണോ? സ്വീകാര്യമല്ലേ? പ്രമാണവിരുദ്ധമാണോ? അന്ധവിശ്വാസമാണോ? എങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ, ആരോപണമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ട്. കാടടക്കി വെടിവെച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ പരലോകമാണ്. നമ്മുടെ കിതാബിലാണ് അത് രേഖപ്പെടുത്തുന്നത്. ഇല്ലാത്ത ഒരു കഥ പെരുപ്പിച്ച് പറഞ്ഞ് അതിനെ വളച്ചൊടിച്ചാൽ അത് റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അവിടെ കൈകടിക്കേണ്ടി വരും, അവിടെ സങ്കടമുണ്ടാകും, അവിടെ കരയേണ്ടി വരും, അവിടെ വേദനയാകും, അവിടെ നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടും. ഏതു വേണം? ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇമാമ് നിന്ന് ഈ വചനം ഓതുകയാണ്, ഈ അധ്യായം ഓതുകയാണ്. 91-ാം അധ്യായം 14-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ വചനം ഇങ്ങനെ ഓതി ഫഅൻദർതുകും നാറൻ തലല്ലാഹ് എന്ന് പൂർത്തിയാകുമ്പോൾ മിമ്പറിന്റെ ചുവട്ടിൽ മെഹ്റാബിൽ ബോധരഹിതനായി അദ്ദേഹം താഴെ വീഴുകയാണ്. ഒരു ലോകത്തിന്റെ ഭരണാധികാരി, ഒരു ചക്രവർത്തി, അദ്ദേഹം ഖുർആനിന്റെ വചനം കേട്ടപ്പോ ബോധരഹിതനായി താഴെ വീഴുകയാണ്. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടി. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് ഫഅൻദർതുകും നാറൻ തലല്ലാഹ് എന്ന വചനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞാനും നിങ്ങളും ആ വചനം ഓതാറുണ്ട്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഭവനങ്ങളിലിരിക്കുന്നവരെ, ഞങ്ങളോടൊക്കെ വെറുപ്പ് മനസ്സിൽ വെച്ച മുജാഹിദുകളിൽപ്പെട്ട പാവപ്പെട്ടവരെ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങൾ സാധുക്കളാണ്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. എനിക്ക് ഏറ്റവും അത്ഭുതം, ഇന്ന് നമ്മളോട് തെറ്റി നിൽക്കുന്നവർ, ഹുസൈൻ സലഫിയോട് തെറ്റി നിന്ന് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗം കേട്ട് നന്നായവരല്ല, ഹനീഫ് കായക്കൊടിയുടെ പ്രസംഗം കേട്ട് നന്നായവരല്ല, അനസിന്റെ പ്രസംഗം കേട്ട് നന്നായവരല്ല, നാസർ സുലമിയുടെ പ്രസംഗം കേട്ട് നന്നായ പെരിശായി പോലും ലോകത്തില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ചവരാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രസംഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടത്. അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കൊരാരോപണവും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് മതം പകർന്നു തന്ന അതിന് കാരണക്കാരായ ഞങ്ങൾ മുശ്രിക്കുകളായി. അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗം കേട്ടൊരു സുന്നത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. എനിക്കറിയാം. ഈ കഴിഞ്ഞ 12 കൊല്ലത്തിലെ അദ്ദേഹത്തിന്റെ ദേവത്വ കൊണ്ട് ആരും കൃത്യമായ ഒരു ഇസ്ലാം മനസ്സിലാക്കി എന്നെനിക്ക് തോന്നിയിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്കും അനുഭവം അതായിരിക്കും. എങ്കിലും നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെക്കാൾ പ്രിയങ്കരന്മാർ, നിങ്ങൾക്ക് മതം പറഞ്ഞു തരാത്തവര്, പല കാര്യങ്ങളും എനിക്കറിയാം. എന്റെ അടുത്ത് വന്ന് നൂറുകണക്കിന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗം കേട്ട് മുജാഹിദായതാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ശിർക്കിലായിപ്പോയല്ലോ. ഞാൻ അവരോട് ന്യായമായി ചോദിച്ചു, നിങ്ങളിപ്പോ കൂടിയ, നിങ്ങൾ ആരെ കൂടെയാണോ കൂടിയത്, അവരിൽ എത്ര പേർ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ എത്ര പ്രസംഗം നിങ്ങളെ നന്നാക്കിയിട്ടുണ്ട്? അതില്ല മൗലവി, അതില്ല. ശരി, എവിടെയോ തകരാറുണ്ട്, എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, വാശിയില്ലാതെ, വാശിയൊക്കെ ഇവിടെ അവസാനിക്കും. പരലോകത്തേക്കെത്തും അതൊക്കെ അവസാനിച്ചു പോകും. പിണങ്ങിയാൽ ആ പിണക്കം സിറാത്ത് എന്ന പാലം കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് വീണ്ടും തടയപ്പെടും. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് മസലി വമസലക്കും കമസലി റജുലിൻ ഔ കദനാറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ച ഒരാളെ പോലെയാണ്. അയാൾ ഒരു തീ കത്തിച്ചു, ആ തീയിലേക്ക് പാറ്റയും മണ്ടും പാറി വരികയാണ്. അയാൾ അതിനെയൊക്കെ തടുത്തു നിർത്തുകയാണ്. പാറ്റകൾക്കറിയില്ല ഈ തീയുടെ ചൂട്, വണ്ടിനറിയില്ല ഈ തീയുടെ ചൂട്. അതുപോലെ നരകത്തിലേക്ക് പോകുന്ന നിങ്ങളെ വാനാഖതും ബിഹുശുസിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചു, പക്ഷേ നിങ്ങൾ എന്റെ കൈ തട്ടി നരകത്തിലേക്ക് ചാടാനുള്ള ടെൻഡൻസിയിലാണ് നിങ്ങൾ. അതെ, വയാ ഖൗമി മാലി അദ്ഊകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ, വയാ ഖൗമി മാലി അദ്ഊകും ഇലൻ നജാത്ത്.
വതദഊനനി ഇലന്നാർ. അല്ല ജനങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക്, നജാത്തിലേക്ക്, വിമോചനത്തിലേക്ക്, സാൽവേഷനിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിക്കുന്നു. 40-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, അറിവിന്റെ നേരെ വിപരീതമായ ഒരു ആശയമാണ് ളുൽമ്. ഇൽമും ളുൽമും. അതിലെ ഏറ്റവും രസകരമായ ഒരു പോയിന്റാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എവിടെ ളുൽമുണ്ടോ അവിടെ ജാഹിലിയത്തുണ്ട്, എവിടെ ഇൽമുണ്ടോ അവിടെ ളുൽമ് കുറയും. അത് വളരെ പ്രധാനമാണ്, അത് വളരെ പ്രധാനമാണ്. ബുഖാരി പൂർണ്ണമായി പഠിച്ചതാണ് കുഴപ്പമായത് എന്നാണ് ഇന്ന് ചില കാരണവന്മാർ പറയുന്നത്. സത്യത്തിൽ കുഴപ്പമായത് കാരണവന്മാരെ നിങ്ങൾ ബുഖാരി പഠിക്കാത്തതാണ്. ഞങ്ങൾ പഠിച്ചതല്ല കുഴപ്പമായത്, നിങ്ങൾ പഠിക്കാത്തതാണ്. പോയിന്റ് അല്ലേ അത്? ആ പറഞ്ഞ പോയിന്റ് അല്ലേ? എനിക്കൊരറിവ്, ഞാൻ അറിവ് പറഞ്ഞപ്പോ കാക്ക അറിവില്ല. ഇക്കാക്ക പറയുന്നത് ഞാനാ പേഴ്ചയും, ഇക്കാക്ക പറയുന്നത് ഇക്കാക്കയാ ശരിയും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈരാറ്റുപേട്ടയിൽ പോയി 2ാമത്തെ സഫിൽ നിന്നു. അപ്പൊ അത്തഹിയാത്തിലാണ് ഇമാം, അത്തഹിയാത്തിലാണ് ഞാൻ കൂടുന്നത്. സലാം വീട്ടിയപ്പോ ഞാൻ 1ാമത്തെ സഫിലേക്ക് മുന്തി നിന്നു. 1ാമത്തെ സഫിലേക്ക്. അത് ഭയങ്കര വിവാദമായ പള്ളിയിൽ നടക്കുക സംസ്കാരത്തിൽ. എന്താ എന്നൊരു 10-60 വയസ്സുള്ള ഒരു കാക്ക ഭയങ്കര തർക്കം. ഞാൻ പറഞ്ഞു, കാക്ക 1ാമത്തെ സഫിൽ കഴിഞ്ഞാൽ 2ാമത്തെ സഫുള്ളവർ 1ാമത്തെ സഫിലേക്ക് നമസ്കരിക്കുകയാണെങ്കിൽ കയറി നിൽക്കണം എന്നത് റസൂല് പഠിപ്പിച്ചാണ്. അപ്പൊ കാക്ക പറയുന്നത്, എനിക്ക് 60 വയസ്സായടാ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ആർക്കാ കുഴപ്പോ? എനിക്കാ കുഴപ്പോ? ഇന്നെ പൂരെ തെറി. ഞാൻ പറഞ്ഞു, കാക്ക അറിവില്ല എന്നുള്ള അറിവില്ല. എന്ത് ചെയ്യാനാണ്? ഞാൻ പറയുന്ന അറിവാന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു അറിവ് വേണ്ടേ? നിങ്ങൾക്ക് ആ അറിവിട്ടില്ലാനും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ കാക്കന്റെ കണ്ണിൽ ഞാനാരാ? ളുൽമിന്റെ ആളാണ്, അറിവില്ലാത്തവനാണ്, ഞാൻ സഫിൽ നടന്നവനാണ് എന്നൊക്കെയാണ് കാക്ക പറയും. ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ. അപ്പൊ അറിവില്ലായ്മ ലോകത്ത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ശിർക്കിനെ പറ്റി പറഞ്ഞെടുത്ത് അല്ല പറഞ്ഞ എന്താ? ഇന്ന ശിർക ലളുൽമുൻ അലീം. ശിർക്ക് വമ്പിച്ച ദുൽമാണ്. ശിർക്ക് ഉണ്ടാകുന്നുണ്ടോ? എന്താണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുള്ളവർക്ക് ശിർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ഇന്ന ശിർക ലളുൽമുൻ അലീം. 31-ാം അധ്യായം 13-ാമത്തെ വചനം. ശിർക്ക് മഹാദുൽമാണ്, മഹാക്രമമാണ്. ശിർക്ക് ഉണ്ടായാലും എന്താ? ഇൽമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, കാന്തപുരത്തിന് ഇൽമില്ലേ? ഇൽമ എന്താണോ അതില്ല. ഏതൊരു ഇൽമാണോ അത് ശരിക്കുണ്ടാവണം. അത് ഒരു മീ മാർക്കറ്റിലെ സാധാരണക്കാരനുണ്ടോ? അത് ഖുർആൻ പറയണമെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. 2 ആയത്തുകൾ ഖുർആനിനെയും പറയാം. അതായത് ശിർക്കില്ലാണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണമെന്ന് പറഞ്ഞു. അള്ളാഹ് പറയുന്നത് ശിർക്കുണ്ടോ എന്നാ ളുൽമുണ്ട്, അറിവില്ല, അറിവിന്റെ ഓപ്പോസിറ്റ് സംഗതി ഉണ്ട് എന്നല്ല പറയാൻ. അതിലേറ്റവും പ്രധാനമായ ഒരു വചനം കേട്ടോളൂ. 47-ാം അധ്യായം 19-ാമത്തെ വചനം. അവിടെ അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നീ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിരിക്കണം. അപ്പോഴേ അതിന്റെ മയന മനസ്സിലാവും. ഫഅലം, നീ അറിയണം, നിനക്ക് ശരിക്കുള്ള അറിവുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അപ്പോഴേ നിനക്ക് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തതോ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. വല്ലാത്തൊരു വാക്കാണത്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 18-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹ് പറയുന്നതെന്നറിയോ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികതു. മലക്ക് അള്ളാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാതെ ആരാധനക്ക് അർഹനില്ല. മാലാഖമാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഓ ഉലുൽ ഇൽം, ഇൽമുള്ളവർ. അപ്പൊ ഞാൻ പറയുന്നത്, പച്ചക്കറി പീടികയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ മുജാഹിദ് കാന്തപുരത്തിനേക്കാളും അറിവുള്ളവനാണെന്ന് അള്ളാഹ് പറയുന്നു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരേക്കാൾ അറിവുള്ളവനാണെന്ന് പറയുന്നു. നീ മാർക്കറ്റിൽ പോരി മത്തി 10 എന്ന് പറയുന്ന കുഞ്ഞമ്മദില്ലേ, ആ കുഞ്ഞമ്മദ് പേരോടിനേക്കാൾ ആലിമാകുന്നു എന്നല്ല പറയാൻ. പേരോടുള്ള ആലിമാണ്, കുഞ്ഞാക്ക ആലിമാണ് എന്നാണ് അല്ല പറയുന്നത്. ഇത് ഖുർആന്റെ പ്രയോഗമാണ്. ഞാൻ പേര് പറഞ്ഞ് ഉദാഹരിച്ചതിന് അച്ഛങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാൻ. മൊയ്നീശയിനെ വിളിക്കാന്ന് പറയുന്നവൻ ആലിമാണ്, അള്ളാനെ മാത്രമേ വിളിക്കാവെന്ന് പറയുന്നവൻ ആലിമാണ്. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അത് വളരെ. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്? അറിവില്ലാത്തതിന്റെ ശത്രുവായിരിക്കും മനുഷ്യൻ. മനുഷ്യൻ എന്തറിവില്ലയോ മനുഷ്യൻ അതിന്റെ ശത്രുവായിരിക്കും. ഖുർആനിൽ ഒരു വചനം കേട്ടോളൂ. അല്ലാഹ് തന്നെ പറഞ്ഞു, വളരെ വ്യക്തമല്ലേ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. വല്ലാത്തൊരു വാക്കാണത്. അറിവ്, ഏതൊന്നിനെ കുറിച്ചുമുള്ള അറിവ്. ആ അറിവില്ലെങ്കിലോ
അറിവില്ലെങ്കിൽ വളരെ ദൂരവ്യാപകമായ കുഴപ്പമുണ്ടാവും. അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ലളിതമായ ഉദാഹരണങ്ങൾ, കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ വിചാരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റാണ്, വമ്പിച്ച പണ്ഡിതനാണ് എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ അയാൾക്ക് ചില വിഷയങ്ങൾ തീരെ അറിയില്ല, വായിക്കാൻ തയ്യാറാവും. ഒരു മദനി അല്ലെങ്കിൽ ഒരു ഫാറൂഖി അവരെന്ത് ചെയ്യും? 5 കൊല്ലം പഠിക്കും. ആ പഠിപ്പ് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുമാണ്. ആ 5 കൊല്ലം സിലബസ് അനുസരിച്ച് ഏതാനും കാര്യം പരീക്ഷ എഴുതിയിട്ടേ ഉള്ളൂ എല്ലാവരും. അതിനുശേഷമുള്ളതാണ് ശരിക്കുള്ള പഠനം. അത് പഠിച്ചവരോട് ചോദിച്ചു നോക്കാൻ നിങ്ങളെ. ഞാൻ പറയാം, അന്ന് വായിച്ചും കേട്ടും അല്ലാതെ പിന്നെ പല ആളുകളും വായിക്കില്ല, പഠിക്കില്ല, ബുഖാരി കാണില്ല, നോക്കില്ല. അപൂർവം കുത്തുബക്ക് പോകുമ്പോൾ അമാനുവലയുടെ പരിഭാഷ നോക്കും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ കുഴപ്പക്കാര്. അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ച ഒരാളോട് കാബാലയം ഉണ്ടാക്കിയത് ആരാ? അവന്നതാണ്. മസ്ജിദിന്റെ നബവി ഉണ്ടാക്കിയത് ആരാ? അത് ഇന്നതാണ്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പണിയിൽ പങ്കെടുത്തത് ആരാ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. പറഞ്ഞത് അന്നത്തെ ആളുകൾ. ഞാൻ പറഞ്ഞ അല്ല, ജിന്നുകളാണ്. അവർക്ക് ഭയങ്കര അത്ഭുതവും ചിരിയും, വെറുതെ അല്ലല്ലേ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി ആരാ? ഞങ്ങളുടെ ആള്. ആ ശരി. ചെറിയമുണ്ട ഒരു പരിഭാഷ ചെയ്തില്ലേ? കുഞ്ഞുമുഹമ്മദ് മദനിയും പറപ്പൂരും ഉണ്ട്, എടുക്കുക. സൂറത്ത് സബ എടുത്ത് 11-ാമത്തെ വായിച്ച് അതിന്റെ ഒരു കുറിപ്പുണ്ടാവും, ഒന്ന് വായിക്കുക. അങ്ങനെ അയാളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. അതിന്റെ കുറിപ്പുണ്ടല്ലോ, ആ സൂറത്ത് സബയിലെ 11-12 ആയത്തിന്റെ കുറിപ്പ്. ആ കുറിപ്പിൽ ചെറിയമുണ്ട എഴുതുകയാണ്. എന്ത്? സുലൈമാൻ നബി അലൈഹിസ്സലാം വടികുത്തി പിടിച്ച അവസ്ഥയിൽ മരിച്ചു. പക്ഷേ ആ വടി കുത്തിയ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചത് ജിന്നുകൾ അറിയാതിരുന്നത്, ശ്രദ്ധിക്കാതിരുന്നത്, ആ വടി ചെതല് പിടിച്ചു വീഴുന്നവരെ സുലൈമാൻ നബീൻ അങ്ങനെ നിർത്തിയത് എന്തിനാണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ ജോലിയിൽ ഏർപ്പെട്ട ജിന്നുകൾ സുലൈമാൻ നബി മരിച്ചല്ലോ, ഇനിയിപ്പോ ഞങ്ങൾ എന്തിനാ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് വിചാരിക്കാതിരിക്കാനാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം ജിന്നുകളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോഴാണ് അയാൾ അങ്ങനെ ഒരു സംഭവം സൂറത്ത് സഭയിൽ ഉള്ളത് എന്നറിയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? അയാൾ പറയുന്നത് ഞാനാണ് യഥാർത്ഥ സെൽഫി, ഞങ്ങൾ യുവതയും മർക്കസുദ്ധതയുമാണ് യഥാർത്ഥ സെൽഫികൾ. അയാൾ പറഞ്ഞ് ചെറിയമുണ്ട ഒരു കുറിപ്പ് പോലും ഖുർആൻ അയാൾ വായിച്ചിട്ടില്ല. ഞാനത് എടുത്തു കൊടുത്തപ്പോ എന്റെ കണ്ണിലേക്ക് നോക്കി. അപ്പൊ ചെറിയമുണ്ടോ നിങ്ങളെ കൂടെയല്ലേ? അപ്പോഴും സത്യമല്ല അംഗീകരിക്കണേ, ചെറിയമുണ്ടോ നിങ്ങളെ കൂടെയല്ലേ എന്നാ പറയുന്നത്. കണ്ടോ? ഖുർആനിന് കണ്ടാലും വിശ്വസിക്കില്ല, ഹദീസിന് കണ്ടാലും വിശ്വസിക്കില്ല. ഇങ്ങനൊരു സ്വഭാവം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കും. ഞാൻ ഇന്നലെ കണ്ണൂരത്തെ ഖുത്ബയിൽ പറഞ്ഞ വളരെ പ്രധാനമായ ഒരു പോയിന്റ് നിങ്ങളോട് പറയാൻ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിയോട്, അതുപോലെ തന്നെ ഇവിടുത്തെ സമസ്തക്കാരോട് സാധാരണയായി ഓതുന്നൊരായത്തോടെ ഷിഹാബ് ഓതുകയുണ്ടായി. വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുകയാണ്. നമുക്കറിയാം, ആയത്തിന്റെ ബാക്കിയൊന്ന് മുജാഹിദുകൾ ഇനി മുതൽ പഠിക്കണം. ഇതുവരെ മുജാഹിദുകൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴേ നമുക്ക് ബോധ്യപ്പെട്ട് ഇത് ആദ്യം മുജാഹിദുകളെ നന്നായിട്ട് പഠിപ്പിക്കേണ്ടിയിരുന്നു. CD ടവറിൽ ഏറ്റവും വലിയ നേതാവ് എഴുതിയോലെ ആ കേബിളിലാണ് ആദ്യം ഇത് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ക്ഷമിക്കണം എന്നോട്, ഞാൻ വസ്തുത പറയാൻ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിക്കാണ് ആദ്യം ഖുർആനും സുന്നത്തും പഠിപ്പിക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. സാധാരണക്കാരുടെ ഇൽമ പോലെ അവർക്കില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചാൽ അവർ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് പരിപാടി എന്റെ കയ്യും പിടിച്ച് നിങ്ങൾ ഒരിടത്ത് പോയാൽ ഓലെ പറഞ്ഞിട്ടുണ്ട്, ഓലെ നാവുകൊണ്ട് ഞാൻ പറയിപ്പിച്ചിരും. ഞാൻ പറയുന്നത് ആരും അറിവില്ല, ഞാനും അറിവുള്ള ആളാണെന്നല്ല ഞാൻ പറയും. പഠിക്കാലോ, വാശി വേണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാത്തൊരു കാര്യം ഇതാ ബുഖാരിയിലുണ്ട്, എത്രാമത്തെ ബാബിലുണ്ട്. അത് കണ്ട ആ നിമിഷം എനിക്ക് അംഗീകരിക്കാലോ. അതാണല്ലോ നമ്മൾ എല്ലാവരോടും പറയുന്നത്. നമ്മളിപ്പോ AP സുന്നിന് പോയിട്ട് കിട്ടിയ നമ്മളെന്താ പറയാ? മോനെ, സൂറത്തുൽ നിസായിലെ 59-ാമത്തെ വചനത്തിൽ മതപരമായ തർക്കം ഉണ്ടായാല് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണം എന്നാ പറഞ്ഞ് ഉസ്താദ് പറഞ്ഞ് കേൾക്കരുത്, ഇന്നാള് പറഞ്ഞ് കേൾക്കരുത്. ഖുർആനും സുന്നത്തിനെതിരെ അവർ പറഞ്ഞാൽ കേൾക്കരുത്, ഖുർആനും സുന്നത്തിനെ അനുകൂലിച്ചവർ പറഞ്ഞ അതനുസരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയല്? ബുഖാരിയിലുണ്ടെങ്കിൽ, മുസ്ലിമിലുണ്ടെങ്കിൽ, സഹീഹ് മുസ്ലിമിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണ്ടേ നമ്മള്? അത് സ്വീകരിക്കണം. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? ഇൻ കുന്തും, നിങ്ങളാണോ? നമ്മളൊക്കെ ചിന്തിക്കുക, വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കേൾക്കണ്ടല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. ഇൻ കുന്തും, നിങ്ങളാണോ? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? ഒരു ചോദ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ അഭിപ്രായ ഭിന്നത ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക. അതിനെ ഏറ്റവും കൂടുതൽ പഠിച്ചവരുണ്ടല്ലോ സലഫുകൾ, അവരെന്താ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? അതും നിങ്ങൾ സ്വീകരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ബോധ്യപ്പെട്ടാൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നൊരാൾക്ക് ബോധ്യപ്പെടുക, അത് ബോധ്യപ്പെട്ടാൽ അത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? എന്ത് വിശ്വസിക്കണമോ
അതൊക്കെ നമ്മൾ വിശ്വസിക്കണ്ടേ? എന്തില്ലയോ അതൊക്കെ നമ്മൾ തള്ളിക്കളയണ്ടേ? അങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യത്തിൽ സ്ത്രീകൾ തർക്കിക്കുന്നു, ഏതെങ്കിലും ഒരു വിഷയം, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ബഹുഭാര്യത്വം, ആ വിഷയത്തിൽ തർക്കിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ ഭർത്താവിനെ അനുവദിക്കുകയോ എന്ന് ഒരു പെണ്ണ് ചോദിക്കാൻ വിചാരിക്കുക, എടി അങ്ങനെ അനുവദിച്ച പെണ്ണുങ്ങളുണ്ട്, ഇതാ ബുഖാരിയിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ പിന്നെ അത് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. ഏത് കാര്യത്തിൽ എങ്ങനെ? ഹാജറ ബീവിയെ തെരഞ്ഞെടുത്തത് സാറാ ബീവിയാണ്. ഇബ്രാഹിം നബിന്റെ ഒരു ഭാര്യ പറയാൻ, ഇങ്ങനെ ഹാജറ ബീവിനെ കെട്ടിക്കോളി, എനിക്ക് വിരോധമില്ല. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ്. ഉമ്മു ഹബീബ റസൂലുള്ളാഹിനോട് പറയാൻ, നബിയേ, നിങ്ങൾ എന്റെ ബാപ്പാന്റെ, അതായത് എന്റെ ഉപ്പ അബൂ സുഫിയാന്റെ, എന്റെ പെങ്ങള് അബൂ സുഫിയാന്റെ വേറൊരു മോള്, അതായത് എന്റെ പെങ്ങള്, അവളെ നിങ്ങൾ കല്യാണം കഴിച്ചോളി. അപ്പൊ ഉമ്മു ഹബീബ പറയാണ്, നബിയെ, നിങ്ങൾ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണോ? അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ല പെണ്ണെ, എനിക്ക് പ്രതിഷേധമൊന്നുമില്ലേ? ബുഖാരിയിലുള്ളതാണ്, നിനക്ക് പ്രതിഷേധമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറയണത്? ഉമ്മു ഹബീബ, അള്ളാന്റെ റസൂലേ, അല്ല എനിക്ക് ചെയ്തൊരു നിയമത്ത് ഞാൻ എന്തിനു മറ്റൊരു പെണ്ണിന് തടയണം? ഏറ്റവും വലിയ നിയമത്ത് എനിക്ക് നിങ്ങളാ. നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ എന്നോട് ഏറ്റവും നീതി പുലർത്തിയാണ്, നിങ്ങളൊരു മഹാസൗഭാഗ്യമാണ്. വേറൊരു പെണ്ണിനോട് നിങ്ങൾ അതേ നീതി പാലിക്കും. അപ്പൊ എനിക്ക് കിട്ടിയ ഈ സുഖവും, എനിക്ക് കിട്ടിയ ഈ നീതിയും, എനിക്ക് കിട്ടിയ ഈ സന്തോഷവും മറ്റൊരു പെണ്ണിന് ഞാൻ കൊടുക്കുക വഴി എനിക്ക് അല്ലാഹു പ്രതിഫലം തരും. അതുകൊണ്ട് ആ നിയമത്തിന് ഞാൻ എന്ത് തടയണം? അപ്പൊ അത്രയും നല്ല പെണ്ണുങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായം മതാക്കരുത്. നേരെ മറിച്ച് മതത്തിലൊരു കാര്യമുണ്ടോ, എന്നാ പിന്നെ നമുക്ക് എതിരെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഏതുപോലെ ഇപ്പൊ നിങ്ങൾക്കറിയാം, സൈനബ ബീവി, സുന്ദരി, ഉന്നത കുലജാത, കുലീന, ഖുറൈശി പ്രമാണികളിൽ പ്രമുഖ, നല്ലൊരു പെൺകുട്ടി, ഏറ്റവും സൗന്ദര്യമുള്ളവൾ. അവളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് ഇബ്നു ഹാരിസയെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ഒരു അടിമ സ്ത്രീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായപ്പോ സൈനബക്ക് മനസ്സുണ്ടായില്ല. സൈനബന്റെ മനസ്സത് അംഗീകരിച്ചില്ല. ഇച്ഛയെ ഞാനിത് സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയല്ല, പെണ്ണുങ്ങളോടൊക്കെ നിങ്ങളെ ഭർത്താക്കന്മാരോട് രണ്ട് കെട്ടിക്കോളി എന്ന് നിങ്ങൾ പറയാനോ അല്ല, മറിച്ച് മതം എന്താണ്, അത് എത്രത്തോളം അംഗീകരിക്കണം എന്ന് പറയാനാണ്. മതത്തിന്റെ പ്രത്യേകത എന്താണ്, യഥാർത്ഥ മതം എന്താണ് എന്നറിയാൻ വേണ്ടി പറയാൻ, എല്ലാവർക്കും വേണ്ടി പറയാൻ. ആരോടും പ്രത്യേകിച്ച് കൂറുമ്പെന്നുണ്ടായിട്ട് പറയല്ല, എല്ലാരോടും എല്ലാരോടും, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനി, അങ്ങനെ നമുക്ക് പറ്റൂ. അവരൊക്കെ നരകത്തുനിന്ന് രക്ഷപ്പെടണം നമ്മുടെ ആഗ്രഹം. എല്ലാവരും ഒരൊറ്റ സുന്നിയും ശിർക്ക് ചെയ്ത് മരിക്കരുതെന്ന് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഞാൻ നടത്തിയ പ്രസംഗം മാത്രം എല്ലാ ശത്രുക്കളും കേട്ടോളി. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു വിഷയം അവതരിപ്പിക്കാൻ വേറൊരാളെ നിങ്ങൾക്ക് പകരം വെക്കാൻ കിട്ടില്ല. ഞാൻ പറയുന്നത് മേന്മ പറയാനല്ല, മറിച്ച് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പോലും ജീവിതം മുഴുവനും തൗഹീദിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ പോലും നിങ്ങളൊക്കെ മുശ്രിക്കാണ് എന്ന് പറയുന്നതിലെ പരലോകബോധമില്ലായ്മയെ ഞാൻ ഓർമ്മപ്പെടുത്തിയാൽ അവിടെയാണ് ഞാൻ പറയുന്നത്. സൈനബ ബീവിയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയ്യിദ് ഇബ്നു ഹാരിസയുമായാണ് അവരുടെ കല്യാണം ഉറപ്പിക്കുന്നത്. പക്ഷേ അടിമയായ, കറുസവനായ, സാധാരണക്കാരനായ സയ്യിദിനെ ഉൾക്കൊള്ളാൻ സുന്ദരിയായ, ഉന്നത കുലജാതയായ സൈനബക്ക് കഴിയാതെ പോവുകയാണ്. അവിടെയാണ് ഈ ആയത്തിറങ്ങിയത്. എല്ലാവരും ഓർക്കണം, എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരിഹി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ലലാലൻ മുബീന. ഈ ആയത്ത് ശരിക്കും ഓർക്കണം. മാത്രമല്ല, ആയത്തുകൾ ഓതുമ്പോൾ ഒരു വാചകം കൂടി ആയത്ത് മനസ്സിലാക്കുന്നിടത്തുള്ളതിനെ കൂടി ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗൗരവമായി നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയാൻ ഈ സന്ദർഭത്തിലാണ് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒരു സത്യവിശ്വാസിനിയായ പെണ്ണ്, ഒരു ആമിന, ഒരു ആയിഷ, ഒരു സുബൈദ, അവരുടെ ജീവിതം എന്താകണം എന്നുള്ള പറയാൻ. ഇനി ഒരു പുരുഷനാകട്ടെ, ഒരു സത്യവിശ്വാസിയെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു വിശ്വാസിനികളാണോ എങ്കിൽ അല്ലാഹു റസൂൽ ഒരു കാര്യത്തിലൊരു വിധി പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുക, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം ഹക്കാണ് കേട്ടോ. അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹു റസൂൽ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു. അങ്ങനെ വിധി പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാകാൻ പാടില്ല? സ്വന്തം അഭിപ്രായം അതിന്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. സ്വന്തമായ ഒരഭിപ്രായം ഒരു കാര്യത്തിലുണ്ടാകാൻ പാടില്ല എന്ന്. അപ്പൊ സ്വന്തം വിവാഹം പോലും അല്ലാഹു റസൂലും വെച്ച നിബന്ധന തെറ്റാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു കാര്യം മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ റമളാനിൽ ഒരു സംഭവം പറയാണ്, തെറ്റിദ്ധരിക്കണ്ട.
സത്യമായി ഞാൻ പറയാണ്, സ്വഹീഹ് മുസ്ലിമിൽ അതിനെ നിഷേധിച്ചൊരു കാലഘട്ടം മുജാഹിദുകൾക്ക് ഉണ്ടായിരുന്നില്ല. ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരവസ്ഥ മുജാഹിദുകൾക്ക് കഴിഞ്ഞ 12 കൊല്ലത്തിന് മുമ്പില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ആള് ചേകന്നൂരാണ്, CM മൗലവിയാണ്, നമ്മുടെ CN അഹമ്മദ് മൗലവിയാണ്. ആ ആളുകൾക്കാണ് അഭിപ്രായം ഉണ്ടായത്. മുജാഹിദുകൾ അതിന് മറുപടി പറഞ്ഞു. AP അബ്ദുൽ ഖാദർ മൗലവി എന്നും ജീവിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു അദ്ദേഹത്തിന് ഏറെ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതിന് മറുപടി നൽകി. ബുഖാരി മുസ്ലിമും മുജാഹിദുകൾ നിഷേധിച്ചിരുന്നില്ല. ഇന്നോ നമ്മുടെ ചോദ്യം തന്നെ എന്താണ്? ബുഖാരിയിലല്ലേ മുസ്ലിമിലല്ലേ എന്നാണ്. പണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, AP സുന്നികളോട് പോലും ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? ബുഖാരിയിലുണ്ടോ? നിങ്ങൾ അതൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ ദുർവ്യാഖ്യാനിച്ചായിരിക്കും. അങ്ങനെ ആയിരിക്കൂല, ഹദീസ് ശരിയായിരിക്കും, പക്ഷെ നിങ്ങളുടെ വക ദുർവ്യാഖ്യാനായിരിക്കും എന്നാ അവർ പറയാ. നേരെ മറിച്ച് നമ്മളൊരു മുജാഹിദിനോട്, ഒരു മണ്ഡലം പ്രസിഡന്റിനോട് ബുഖാരിയിലുണ്ട് പറഞ്ഞാൽ പറയുന്നത് ബുഖാരിയിലല്ലേ, അത് ആരോ പരിഗണിക്കൂ എന്നിടത്തേക്ക് നമ്മൾ എത്തിയതിന്റെ നാൾ വഴി. ഇതെങ്ങനെ ഉണ്ടായി? ഇത് നമ്മൾ ബോധപൂർവ്വം ആലോചിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോ, വിശുദ്ധ ഖുർആൻ പറയുന്നത് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നു. അല്ല പറയാൻ ഒരു യഥാർത്ഥ മുഅ്മിന്റെ ലക്ഷണം. ഇപ്പൊ KNM-കാരൻ ഒരു യഥാർത്ഥ മുഅ്മിനാണോ? അല്ലെങ്കിൽ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ മർക്കസുദ്ദേവെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ യഥാർത്ഥ മുഅ്മിനുകളാണോ? എങ്കിലും ഞാൻ ഓതുന്ന ആയത്ത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതെ, അതുപോലെ ഓരോരുത്തരെയും നമ്മളോടൊപ്പമുള്ളവരെയും അവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആയത്തോടെ ഉദ്ധരിച്ചു. അതായത് മതപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ അത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ റമദാനിൽ കോഴിക്കോട് ഒരു പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ജനങ്ങളുടെ തെറ്റായ ധാരണ തിരുത്താൻ വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മുസ്ലിമിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചു, സ്വഹീഹ് മുസ്ലിം. ആ സ്വഹീഹ് മുസ്ലിം പരിഭാഷപ്പെടുത്തിയ നമ്മളാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. ആ ചെറിയ മുണ്ടമതിലുണ്ട്, കുഞ്ഞുമുഹമ്മദ് മദനി ഭർപ്പൂറുണ്ട്, അബൂബക്കർ സെൽഫിന്റെ എല്ലാവരും ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് ഞാനത് പഠിപ്പിച്ചത് കൊടുത്തു ജനങ്ങൾക്ക്. പിറ്റേന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് 27 രാവിന്റെ സമയത്ത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിനെന്നെ അനുവദിച്ചില്ല. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ധവിശ്വാസിയാണ്, അതുകൊണ്ട് അയാൾ ക്ലാസ് എടുക്കാൻ പറ്റില്ല, പള്ളിയിൽ പ്രതിഷേധമാണ്, എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല. എന്തായിരുന്നു കാരണം? സ്വഹീഹ് മുസ്ലിമിലെ 242 ഹദീസ്, 43 ഹദീസ്, ഞാൻ 423 ഹദീസ് ഞാൻ ഉദ്ധരിച്ചു എന്നുള്ളതാണ് കുഴപ്പം. അതെന്താ? ആ ഹദീസ് കേട്ടാൽ നിങ്ങൾ അറിവില്ലാത്തവർ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. സ്വഹീഹ് മുസ്ലിമിലൊരു ഹദീസ് നമ്മൾ ഓരോന്നും നിഷേധിക്കുമ്പോ നിഷേധം സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുവോ? ദുൽമ്, ഫാസിക്കായ അവസ്ഥ, അതൊക്കെ നമ്മളെ സ്വർഗത്തിലെത്തിക്കുവോ? ഇല്ല. അപ്പൊ മാത്രമല്ല, സത്യവിശ്വാസികളുടെ പ്രത്യേകത തന്നെ എന്താ? അല്ലാഹുവും റസൂലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും സമീഅനാ വഅതഅനാ. അല്ലാഹു സൂറത്ത് നൂറിൽ പറയാൻ, സൂറത്ത് നൂറിൽ 47 മുതൽ 54 വരെയുള്ള വചനം ഇന്ന് പോയിട്ടൊന്ന് വായിച്ചു നോക്ക്. 24-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി, ആരും നമ്മളോടൊപ്പം പങ്കില്ലാത്ത ഖബറിന് വേണ്ടി, ആ ഖബറിലെ ജീവിതത്തിന്റെ സന്ദർഭമോർത്ത് ഒന്ന് പഠിച്ചു നോക്കി. അതായത് അല്ലാഹു റസൂൽ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിന്റെ വാക്കെന്തായിരിക്കും? ഞാനത് അംഗീകരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് നിഷേധമില്ല. നേരത്തെ നിഷേധത്തിന്റെ ഒരു കഥ പറഞ്ഞല്ലോ. ഒരുപാട് കഥകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. യാഥാർത്ഥ്യ ലോകത്ത് നമ്മൾ ശരിക്കും ചിന്തിച്ച് നമ്മുടെ പരലോകം ഓർത്തിട്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ഞാൻ ഈ സംഗതി നിങ്ങളോട് പറയുന്നത്. സഹീഹ് മുസ്ലിമിൽ എന്താ അറിയോ? അതായത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് അൽഖമാ റളിയല്ലാഹു പോലുള്ളവർ ചോദിക്കുകയാണ്, ജിന്നിന്റെ രാത്രിയിൽ, ആ ഹദീസ് തുടങ്ങുന്നതിന് അങ്ങനെയാണ്, ജിന്നിന്റെ രാത്രിയിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നോ? അപ്പൊ ജിന്നിന്റെ രാത്രി എന്നൊരു സ്പെഷ്യൽ രാത്രി തന്നെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അത് ഖുർആൻ സ്ഥിരീകരിച്ചതാണ്. അപ്പൊ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, ആ ജിന്നിന്റെ രാത്രി എന്നൊരു സ്പെഷ്യൽ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ മറ്റൊരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു കുന്നുണ്ടായി വരയിലൂടെ പോകുമ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്രത്യക്ഷമായി. ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരുന്ന നബിയെ പിന്നെ കാണാനില്ല.